ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള CMS കോർപ്പറേറ്റ് മാനേജർ അച്ഛനും 32 വർഷത്തെ സേവനം പൂർത്തീകരിച്ച് ഔദ്യോഗികമായിട്ട് ജോലിയിൽ നിന്ന് വിരമിക്കുന്നതായിട്ടുള്ള ശ്രീമതി എലിസബത്ത് തോമസ്, വേദിയിൽ ഉപസ്ഥരായിരിക്കുന്ന ബഹുമാനീയരായ വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ നടത്തപ്പെടുന്നത്. ഒന്ന്, CMS കോളേജ് LP സ്കൂളിന്റെ വാർഷിക ആഘോഷവും, രണ്ട്, സേവനം പൂർത്തീകരിച്ച വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഹെഡ്മിസ്ട്രസിന് സമുചിതമായിട്ടുള്ള യാത്രയ്ക്ക് നൽകുന്നതും ആകുന്നു. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് കലാലയങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. നാം ഇന്ന് ആയിരിക്കുന്ന വിദ്യാഭ്യാസപരവും സാംസ്കാരികവും അതുപോലെ തന്നെ ഭൗതികവുമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മുടെ സമൂഹം ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായി വരുന്നത് നമുക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ലഭിച്ചു എന്നുള്ളതാണ്. അത് ലഭിക്കുവാനുള്ളതായ കാരണം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമായി ഉണ്ട് എന്നുള്ളതാണ്. വളരെ പിന്നോക്കം നിന്നിരുന്നതായിട്ടുള്ള കേരള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് നിധാനമായി തീർന്നത് CMS മിഷണറിമാരുടെ ആഗമനവും അവരെ ആരംഭിച്ചതായിട്ടുള്ള സ്കൂളുകളും ആകുന്നു എന്ന് ചരിത്രം സാക്ഷീകരിക്കുന്ന വസ്തുതയാണ്. നാം ഇന്ന് CMS കോളേജ് LP സ്കൂളിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഒരു വലിയ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിവിടെ പ്രസ്താവിക്കപ്പെട്ടു. റവറൻഡ് ബെഞ്ചമിൻ ബേജ് ഗ്രാമർ സ്കൂളായി കോളേജിനോടനുബന്ധിച്ച് ആരംഭിച്ചതായിട്ടുള്ള സ്കൂള് പിന്നീട് CMS കോളേജ് LP സ്കൂൾ എന്നുള്ളതായ നിലയിലേക്ക് മാറ്റപ്പെടുകയും ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സുദീർഘമായിട്ടുള്ളതായ ഒരു വർഷങ്ങളിൽ ഏതാണ്ട് 200 പരം വർഷങ്ങളുടെ പാരമ്പര്യം പേറുന്നതായിട്ടുള്ള ഒരു സ്കൂളിന്റെ വാർഷികമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 200 വർഷക്കാലം നമ്മുടെ ഈ സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചയ്ക്ക്, സാംസ്കാരികമായ വളർച്ചയ്ക്ക് ഈ സ്കൂള് നൽകിയതായിട്ടുള്ള സേവനം വിലമതിക്കുവാനായിട്ട് സാധ്യമാകാത്തതായിട്ടുള്ള ഒരു വലിയ സേവനമാണ്. എത്രയോ വിദ്യാർത്ഥികൾ ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം പിന്നിട്ട് വിവിധ തുറകളിൽ എത്തി അവരുടെ ജീവിതം ധന്യമായി എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതും അതുപോലെ തന്നെ പഠനത്തിന് തുടക്കം കുറിക്കുന്നതുമെല്ലാം
പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്ന LP സ്കൂളുകളിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ അവരെ ചിട്ടയോടുകൂടിയുള്ളതായ അഭ്യസനത്തിലൂടെ അവരുടെ ബുദ്ധിപരവും ആധ്യാത്മികവും കായികവും കലാപരവുമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് അവരെ ഉത്തമ വ്യക്തിത്വങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ്. ആ വലിയ ഉത്തരവാദിത്വവും ശുശ്രൂഷയുമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ സ്കൂള് നിർവഹിച്ചു വന്നത് എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുന്നു. അതുകൊണ്ട് CMS കോളേജ് LP സ്കൂളിനെ ആദ്യവുമായിട്ട് അനുമോദിക്കുന്നു. ഒരു ഇത്രയും കാലങ്ങൾ പിന്നിട്ട് ആധുനിക കാലഘട്ടത്തിൽ എത്തിച്ചേർന്ന് ഇന്നത്തെ വളർച്ചയും ഇന്നത്തെ സാഹചര്യങ്ങളുടെ പ്രത്യേകതയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിന് അനുസരണമായി ഈ സ്കൂള് ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സംഗതി തന്നെയാണ്. അതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള മുൻ ഹെഡ്മിനിസ്ട്രേറ്ററുണ്ട്, അധ്യാപകരുണ്ട്, ഓരോരോ കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകിയവരുണ്ട്. അവരുടെ സുദീർഘമായിട്ടുള്ള സേവനങ്ങളും ശുശ്രൂഷകളുമാണ് ഓരോരോ കാലഘട്ടത്തിൽ ഈ സ്കൂളിനെ നിലനിർത്തിയതും വളർത്തിയതും. ഈ നൂറ്റാണ്ടിൽ സംഗതമായിട്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കാൻ ഈ സ്കൂളിനെ പ്രാപ്തിപ്പെടുത്തുന്നത് എന്നും ഈ സമയത്ത് ഓർക്കുകയാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിലുള്ള സേവനം ചെയ്തവരെയും ഇക്കാലങ്ങളിലുള്ള സേവനം ചെയ്യുന്ന അധ്യാപകരെയും എല്ലാവരെയും ഹാർദവമായിട്ട് ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. നിങ്ങളുടെ ഈ വലിയ സേവനം നമ്മുടെ ഈ കോട്ടയം പട്ടണത്തിന് മാത്രമല്ല, ഈ ഒരു സമൂഹത്തിന് മാത്രമല്ല, കേരളമൊട്ടാകെയുള്ളതായ സാംസ്കാരിക, സാമൂഹ്യ, ആധ്യാത്മിക വളർച്ചയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്, ഒരു വലിയ ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നോർക്കണം. അതുകൊണ്ട് ഒരു വർഷം കൂടെ ഇന്ന് പിന്നിടുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഈ സ്കൂളിനെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്ത എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിനും ഏറ്റവും നന്ദിയും സ്തോത്രവും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ശ്രീമതി എലിസബത്ത് ഷേർലി തോമസ് ടീച്ചർ തന്റെ ഔദ്യോഗിക ജോലി പൂർത്തീകരിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീമതി എലിസബത്ത് ഷേർലി ടീച്ചർ നമ്മുടെ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ CSI ഇടവക അംഗമാണ്. ഞാൻ ആ ഇടവകയിലെ പട്ടക്കാരനിലെ വികാരി എന്നുള്ളതായ നിലയിൽ വളരെ പള്ളിയുടെ വളരെ ആക്റ്റീവായി നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് പ്രിയ ടീച്ചർ വരുന്നത് എന്നീ സമയത്ത് ഓർക്കുന്നു. ടീച്ചർ തന്റെ ഔദ്യോഗിക ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ CMS കോളേജിന്റെ CMS കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ വിവിധ സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണെന്ന് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ടീച്ചറുടെ സേവനം എന്ന് പറയുന്നത് ഒരു മഹത്വകരമായിട്ടുള്ളതായ സേവനമാണ്. മറ്റേത് ഗവൺമെന്റ് ജോലിയേക്കാൾ ഉപരിയായി ഒരു അധ്യാപിക അല്ലെ അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണ്. ശിഷ്യസമ്പത്തുകളാൽ അനുഗ്രഹീതമായിട്ടുള്ള അധ്യാപകർക്ക് എവിടെ ചെന്നാലും പരിചയക്കാരും അതുപോലെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുവാൻ ആളുകളും ഉണ്ടാകും എന്നുള്ളത് ഓർക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യയുടെ വെളിച്ചം പകർന്നു കൊടുത്ത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തി അവരുടെ ജീവിതത്തിൽ വെളിച്ചത്തിന്റെ തിരുനാളം നിർത്തിവെച്ച പ്രിയപ്പെട്ട ഷേർലി ടീച്ചർ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ആധ്യാത്മികമായിട്ട് പള്ളി അനുബന്ധ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റികളിൽ, സ്ത്രീജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ, മറ്റ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും വളരെ ഉത്സാഹത്തോടുകൂടെ അതിനെല്ലാം നേതൃത്വം നൽകുകയും ഈ സ്കൂളിനെ അതിന്റെ അക്കാഡമിക് നിലയിൽ മാത്രമല്ല മറ്റെല്ലാ നിലകളിലും കൈപിടിച്ച് ഉയർത്തുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ളതായ നേതൃത്വമാണ് പ്രിയപ്പെട്ട
എലിസബത്ത് ഷേർലി ടീച്ചർ നിർവഹിച്ചു. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ, ദൈവാശ്രയത്തോടുകൂടെ ശുശ്രൂഷ നിർവഹിച്ച് വിരമിക്കുക എന്ന് പറയുന്നത് അത്യധികം ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഭാഗ്യമാണ്. അത് ദൈവം നൽകുന്ന വലിയൊരു അവസരമാണ്. അപ്രകാരം അവസരം ടീച്ചറുടെ ദൈവം നൽകിയതോ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ശ്രീമതി എലിസബത്ത് ഷേർലി ടീച്ചർ ഈ സമയത്ത് ടീച്ചറുടെ എല്ലാ സേവനങ്ങളെയും നന്ദിയോടുകൂടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. വിശ്രമത്തിന്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അനുഗ്രഹവും ധന്യവുമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ആനിവേഴ്സറി മീറ്റിംഗിൽ ടീച്ചേഴ്സ്, പേരൻസ് എല്ലാം പ്രധാനപ്പെട്ടതായിട്ടുള്ള ഘടകങ്ങളാണ്. രക്ഷാകർത്തൃ സമ്മേളനം കൂടിയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി കരുപിടിപ്പിക്കുന്ന കാര്യത്തിൽ അധ്യാപകർക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും വലിയ ഉത്തരവാദിത്വമാണുള്ളത്. കൂട്ടായ ഒരു യജ്ഞത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തുടർന്ന് പുതിയ വർഷം ഒരു ടീച്ചേഴ്സും പേരൻസും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് മാനേജ്മെന്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ഈ സ്കൂളിനെ അടുത്ത കാലഘട്ടത്തിലേക്ക് വീണ്ടും നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ആനിവേഴ്സറിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.